എൻ്റെടോ ഈ മീൻ കറി ഉണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ എത്ര വേണേലും ചോറ് കഴിച്ചു പോകും, അത്രയും ടേസ്റ്റാണ്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം ഒരു ചട്ടി വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കാം, അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ഉള്ളിയാണ്. കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക, അതിൻ്റെ കൂടെ 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുക കേട്ടോ. നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു തക്കാളി മുറിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി മുറിച്ചിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിന് വേണ്ട അരപ്പാണ് റെഡിയാക്കാൻ പോകുന്നത്. അതിന് അരമുറി തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. നമുക്ക് അരച്ചെടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ വഴറ്റിയതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളിയാണ് എടുത്തേക്കുന്നത്. അത് പിഴിഞ്ഞിട്ട് നമുക്കതിൽ ഒഴിച്ച് കൊടുക്കാം. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ചൂടുവെള്ളമാണ്. നമ്മൾ ചൂടുവെള്ളം മീൻ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഗ്രേവിയുടെ അനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പിടാം. ഇനി അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഞാനിവിടെ അയിലയാണ് എടുത്തേക്കുന്നത്. ഇനി അത് തിളച്ച് വറ്റി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇടാം. അങ്ങനെ നമ്മുടെ അടിപൊളി മീൻ കറി ഇവിടെ റെഡി ആയിക്കണം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണേ.